ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഒരു വേസ്റ്റ് ക്ലോത്ത് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ബുഷ് അല്ലെങ്കിൽ സ്ക്രഞ്ചീസില്ലേ, അപ്പോൾ അത് തയ്യാറാക്കാൻ ഓർത്തേ. എന്നാൽ നിങ്ങളെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചേക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 20 ഇഞ്ച് ലെങ്ത്, അതായത് ഇറക്കത്തിൽ 3 ഇഞ്ച് വീതിയിൽ ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല വശം ചേർത്ത് അടിക്കുകയാണ്. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് വേസ്റ്റ് ക്ലോത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെമ്മറി ഒക്കെ ആയിട്ട് തോന്നിക്കുന്ന എന്തെങ്കിലും തുണികൾ, എന്നാൽ അത് കളയാനും തോന്നുന്നില്ല, എന്നാൽ ഉപയോഗിക്കണമെന്നുമുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും തുണി കഷ്ണങ്ങളൊക്കെ ആണല്ലോ അത് വെച്ചിട്ടുണ്ടാക്കുക. അതുപോലെ സാറ്റിൻ തുണിയൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത്. അപ്പം നല്ലൊരു തിളക്കവും നല്ല ഭംഗിയായിരിക്കും ഇത് തയ്യാറാക്കാനായിട്ട്. ഇതൊരു ചെറിയ സൈസിലുള്ള ഒരെണ്ണം തയ്യാറാക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ തയ്യൽ മെഷീൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് തയ്യൽ മെഷീൻ തയ്ക്കുന്നത്. അല്ലാതെ നമുക്കിത് കൈകൊണ്ടാണെങ്കിലും ഈ രീതിക്ക് തന്നെ എവിടെയൊക്കെ സ്റ്റിച്ചിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ നമ്മൾ കൈകൊണ്ട് തന്നെയാണ് തയ്ച്ചെടുക്കാവുന്നുള്ളൂ. അപ്പം അതിന് നല്ല വശം ചേർത്ത് അടിച്ചിട്ടുണ്ട്. ഇനി അത് നൂർത്ത് വെച്ചതിന് ശേഷം അടിച്ച ഭാഗം ഒന്ന് നൂർത്ത് വെച്ചൊന്ന് കൈ കൊണ്ടൊന്ന് ഉരച്ച് കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ മറിഞ്ഞ് പോകാണ്ടൊക്കെ ഇരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിനെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം ആദ്യം കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ഒരു പീസ് അത് ബാക്കിലിരിക്കുന്ന തുണിയുടെ അത് നല്ല വശമായിട്ട് തന്നെയാട്ടോ വരിക. അപ്പോൾ അത് ചേർത്ത് അടിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഈ അടിക്കുന്ന ഒരു ഇതിലോട്ട് കയറി വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതിങ്ങനെ റൗണ്ടായിട്ട് തയ്ച്ചെടുക്കാം. ഉള്ളിലിരിക്കുന്ന തുണി ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്തോട്ട് ആ തുണി കയറിയിരിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ കുറച്ച് ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ആ ഉള്ളിലത്തേത് പതുക്കെ വലിച്ച് കൊടുക്കണം. ഈ രീതിയിൽ നമുക്കത് മുഴുവൻ തയ്ച്ചെടുക്കണം. തയ്ച്ചെടുക്കുന്നതിന് കുറച്ച് മുന്നേ ഒരു കുറച്ച് സ്റ്റിച്ച് കൊടുക്കാണ്ടിടണം. ഇതിങ്ങനെ നമുക്കിങ്ങനെ വലിച്ച് കൊടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ പോരും. അങ്ങനെ നമുക്കത് ഫുള്ളും തയ്ച്ചെടുക്കാൻ പറ്റും. ഇതങ്ങനെ തയ്ച്ചെടുക്കാവേ ശ്രദ്ധിക്കണം കുറച്ച്. ഇതൊരു പോളിസ്റ്റർ തുണി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കോട്ടനോ അല്ലെങ്കിൽ സാറ്റിനോ ആണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ല നമുക്ക് തയ്ക്കാനായിട്ട്. എനിക്കിതിപ്പോൾ ഒരു നൈറ്റി ചെയ്തതിൻ്റെ ഒരു ബാലൻസ് പീസായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല രസം അത് കാണാൻ, നല്ലൊരു തിളക്കമുണ്ട്, ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുഷ് ചെയ്തതാണേ. നല്ല സോഫ്റ്റാണ് ഈ മെറ്റീരിയലേ, അതുകൊണ്ട് ഒട്ടും കളയാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടെന്നാൽ തയ്ച്ച് എടുത്തേക്കാമെന്ന് കരുതി. അപ്പം എൻ്റെ ബുഷൊക്കെയും കാണാണ്ട് പോയിരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഉപകാരപ്രദമായിട്ടുള്ളൊരു ഇത് പതുക്കെ തയ്ച്ചെടുക്കണം. കൈ കൊണ്ടൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ചെയ്തെടുക്കുന്നവർ എനിക്ക് കുറേ പേരെ അറിയാം. നമ്മൾ ഈ തയ്യൽ മെഷീനിൽ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ഭംഗിയായിട്ടും നല്ല പെർഫെക്റ്റായിട്ടും ചെയ്യുന്നവർ കുറേ പേരുണ്ട്. അപ്പം തയ്യൽ മെഷീൻ ഉള്ളതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നൊന്നും ആരും കരുതണ്ട കേട്ടോ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇലാസ്റ്റിക്കിനൊക്കെ എന്നാണ്ട് 3 രൂപ 4 രൂപയൊക്കെ ഉള്ളൂ മീറ്ററിന്. പിന്നെ ഇതിന് കുറച്ച് നൂലും അല്ലേ മതിയുള്ളൂ. ഇത് ഉള്ളിൽ ഇതിൻ്റെ സ്റ്റിച്ച് കൂടുതൽ ഉള്ളിൽ പോകുന്നുള്ളതുകൊണ്ട് ഏത് നൂലിട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതിൻ്റെ തന്നെ കുറച്ച് ഇൻവിസിബിൾ ആയിട്ടുള്ള ബുഷ് തയ്യാറാക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും അതുപോലെ ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കണമെന്ന് ഇഷ്ടമുള്ളവർക്കും കൂടെ ചെയ്യാൻ പാകത്തിനാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അടിച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എത്തുമ്പം കുറച്ച് ഇത് വിട്ടിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടുത്ത് എത്തിയായിരുന്നു.
അപ്പോൾ നമുക്കതിങ്ങനെ ഉള്ളിലോട്ടായിരുന്നു. ഇതിപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇട്ടിരിക്കുന്ന ആ വിടവ് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇലാസ്റ്റിക് കയറ്റി വിടാനുണ്ട്. അപ്പോൾ ഇലാസ്റ്റിക് എടുത്തേക്കുന്ന ഒരു 4 ഇഞ്ച് ഇലാസ്റ്റിക്കാണേ. ഇത് ചെറിയൊരു ബാൻഡാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പം അതിനെ നമുക്ക് ഒരു പിന്ന് കുത്തി ഉള്ളിലോട്ട് കടത്തി വിടാം. ചെറിയൊരു നീളത്തിലെ ഇലാസ്റ്റിക് ഉള്ളൂ, അതുകൊണ്ട് അത് മുഴുവൻ കൂടെ ഉള്ളിലോട്ട് കടന്നു പോകാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ചൊന്ന് വലിച്ചു പിടിക്കുന്നത് നന്നായിരിക്കും. അതിന് ശേഷം അതിൻ്റെ ഹോളിൻ്റെ അടുത്തോട്ട് എത്തിയതിന് ശേഷം നമുക്കത് ലോക്ക് ചെയ്തെടുക്കാനായിട്ട്, ഇത് വലിയ ബാൻഡായിട്ട് ഉണ്ടാക്കാൻ അപ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. നമുക്ക് കയ്യിൽ ഷോയ്ക്കായിട്ട് ഇടുകയൊക്കെ ചെയ്യാം. പിന്നെ നല്ല ഭംഗിയാണ്. കുറച്ച് നല്ല വലുപ്പത്തിൽ, അതിന് കുറച്ചും കൂടെ വലുപ്പമുള്ള ഇലാസ്റ്റിക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വലിയ ഇതിനും ഈ ഇലാസ്റ്റിക് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അപ്പം ഇതിപ്പോൾ എത്തിയിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കത് മെഷീനെ വെച്ചിട്ട് തന്നെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം. രണ്ടും ചേർത്ത് വെച്ച് ലോക്ക് ചെയ്തെടുക്കുക. മെഷീനിലായതുകൊണ്ട് കുറച്ച് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുത്താൽ തന്നെ അത് അത്തേൽ ഉറച്ചിരുന്നോളും. പിന്നെ നൂലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയുക. അത് ഉള്ളിലോട്ട് പോകാനുള്ളതാണ്. ഇതിപ്പം നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ട് നൂലിൽ ആ ഒരു ഉള്ളിലോട്ടുള്ള ഭാഗം ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ സൈഡ് ചേർത്ത് തയ്ച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടും കാണാത്ത രീതിയിൽ ഇരിക്കും. നമ്മളവിടെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ പ്രത്യേകമായിട്ട് തയ്ച്ച് വെച്ചാൽ ഒന്നൊക്കെ ഉള്ള രീതിയിൽ പോലും അറിയില്ല. അതുപോലെ ഇൻവിസിബിളായിട്ട് നിൽക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഈ വിടവ് ഇട്ടിരുന്ന് നമ്മൾ ഇലാസ്റ്റിക് കയറ്റാനായിട്ട് വിടവിട്ടിരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതും ക്ലോസ് ചെയ്തെടുക്കണം. ഈ തുണി കുറച്ച് പാടാണ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈ എടുത്ത് തെന്നി പോകുന്നുണ്ടേ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉള്ളിലോട്ടൊക്കെ വെച്ച് കൊടുത്താലും ഒക്കെ അതിൽ ഇരിക്കത്തില്ല. ഇങ്ങനെ മടക്കിയൊക്കെ വെച്ച് കൊടുത്താൽ ഈ തുണി ആയതുകൊണ്ടേ ഇരിക്കത്തില്ല. ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ജസ്റ്റ് തയ്ച്ചൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല തുണിയെടുത്തൊക്കെ തയ്ച്ച് നോക്കുക, നല്ലതാണ്. നമുക്ക് കുറേ ഇങ്ങനെ ഒരു ബിസിനസ്സായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ ഇരുന്നൊക്കെ വല്ല ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തയ്യാറാക്കിയിട്ട് ഇങ്ങനത്തെ തയ്യാറാക്കി ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഇലാസ്റ്റിക് മേടിക്കുന്ന രൂപ മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഇലാസ്റ്റിക് മേടിച്ചിട്ട് ഇതുപോലെ വേസ്റ്റ് തുണിയൊക്കെ തയ്യൽക്കടയിലൊക്കെ സമീപിക്കുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ കിട്ടും നല്ല വേസ്റ്റ് തുണികൾ. അപ്പം അത് മേടിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റേഷനറി കടകളിലുമൊക്കെ കൊടുക്കാം. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പൈസയൊക്കെ ഉണ്ടാക്കാം. അതുപോലെ അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ ചെറിയ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടാവില്ല നമ്മുടെ റിലേറ്റീവായിട്ട്, അതുപോലെ അറിയാവുന്ന പിള്ളേർ. അപ്പം അവർക്ക് ഇതുപോലെ ബുഷൊക്കെ തയ്ച്ച് കൊടുക്കുകയാണെങ്കിലേ അവർക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യാൻ, അതുപോലെ യൂണിഫോമിന് മാച്ച് ചെയ്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും.